നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2025 മാർച്ച് 6 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ്. കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കുന്ന ഈ കാലഘട്ടം, ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയും കൈ നിറയെ ലക്ഷ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുകയും ചെയ്യുന്നൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവിധമായ തകർച്ചയിൽ നിന്നും ഇവർ ഉയർച്ചയിലേക്ക് കുതിച്ചു വരുന്നൊരു കാലഘട്ടവും സമയവും കൂടിയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളോടെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും ഇവർക്ക് കരസ്ഥമാക്കുവാൻ കഴിയുന്നതായിരിക്കും. ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ദുഷ്പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് എത്ര വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഒരു കാരണവശാലും നിങ്ങൾ ദുഷ്പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കാരണം ജ്യോതിശാസ്ത്രപ്രകാരം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം വളരെയധികം പുരോഗതി കൈവരിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് യശസ്സ് വർദ്ധിക്കുകയും നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യുന്ന കാലഘട്ടവും സമയവും കൂടിയാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിതം മാറുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങളിലെ പരാജയങ്ങളും കുടുംബത്തിലെ ഐക്യതയില്ലായ്മകൾ, നിങ്ങളുടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആ കാര്യങ്ങൾ പറഞ്ഞ് നാളും പേരും പറഞ്ഞ് നിങ്ങളുടെ ആവശ്യവും പറഞ്ഞ് നിങ്ങൾ ഈ പൂജയിൽ പങ്കെടുക്കുക. എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഒരു പ്രത്യേക പൂജയാണ് നമ്മൾ ചെയ്യുന്നത്. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. എല്ലാവിധമായ ഐശ്വര്യങ്ങളും കാര്യവിജയങ്ങളും ഈ പൂജ കൊണ്ട് ഉറപ്പായും ഓരോ വ്യക്തികളുടെയും ഓരോ നക്ഷത്ര ജാതകൻ്റെയും ജീവിതത്തിൽ മാറുന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ചിലപ്പം വിദേശത്താകാം. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത പക്ഷമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ദേവൻ ഏതാണോ ദേവത ഏതാണോ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പൂജ കൊണ്ട് നടത്തിയെടുക്കുവാൻ കഴിയുന്നതാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന അതുമല്ലെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉയർച്ചയും കാര്യവിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഇനി ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. സുവർണ്ണ കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ കൈവരിക്കുവാൻ അവർക്ക് കഴിയുന്നതായിരിക്കും. കുടുംബത്ത് ഐശ്വര്യം ചൈതന്യങ്ങൾ ഇവ കാണപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ സന്താന ലബ്ധി ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള വ്യക്തികളാണ്. ഒരു കുഞ്ഞിക്കാലിന് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടാണ് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കതിനുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഒരു അമ്മയും അല്ലെങ്കിൽ ഒരു അച്ഛനൊക്കെ ആവാനുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഈ സമയം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വളരെയധികം സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിന്ന് വളരെ വലിയ വിജയത്തിലേക്ക് നിങ്ങൾക്ക് ജീവിതം എത്തിച്ചേരുവാനും കാരണമായി തീരുന്നൊരു സമയമാണ്. അടുത്ത തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി സാമ്പത്തിക ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ജീവിതം എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം വെടിഞ്ഞ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയുടെയും വിജയത്തിൻ്റെയും സമയമാണ്. നിങ്ങളെ തകർക്കുവാൻ നിന്ന എല്ലാ ശക്തികൾക്കും മേലും വിജയിക്കുവാനുള്ളൊരു അവസരവും കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ
വന്നു ചേരുവാൻ പോകുന്നത്. കൈ നിറയെ ലക്ഷങ്ങൾ വരുമാനം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള വഴികളും ദൈവം നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകം നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ കുടുംബത്തിന് സർവ്വ ചൈതന്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും കുടുംബത്തും ജീവിതത്തിലും ലഭിക്കുന്ന സമയമൊക്കെയാണ്. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന സമയവും കാലഘട്ടവുമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ വേദനകൾക്ക് അറുതി ഉണ്ടാകുന്ന സമയമാണ്. വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. സമ്പത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങൾ ഉറപ്പായും ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിയുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഈ നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ തന്നെ പ്രതിപ്രീതി നടത്തുക. ഇതൊക്കെ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സകല ദുഃഖങ്ങളെയും വെടിഞ്ഞ് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ജീവിതം കുതിച്ചുയരുവാൻ കഴിയുന്ന ഈ സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും സ്വന്തമാക്കുവാൻ ആയില്യം നക്ഷത്രക്കാർക്ക് കഴിയുന്നൊരു സമയമാണ്. കുടുംബജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സന്താന സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കൈ നിറയെ ലക്ഷങ്ങളുടെ വരുമാനം വന്നു ചേരുന്ന സമയമാണ്. ഏത് മേഖല എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്ന വളരെ നിർണായകപ്പെട്ടിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുമുള്ള സമയമാണ്. നിങ്ങൾക്ക് വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ നാഗരാജാക്കന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുവാൻ ദിനവും കഴിയുന്നവരാണെങ്കിൽ നിങ്ങളത് നിറവേറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ശത്രുവിന് മേൽ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ ഉയർച്ചകളും ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളും സമയങ്ങളുമാണ്. എല്ലാവിധമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വളരെ വിജയവും സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയമാണ്. കേസുകൾ വഴക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാക്കുവാൻ കഴിയുന്ന സമയമാണ്. കുടുംബത്തിലെ ഐക്യതയില്ലായ്മ മാറി കുടുംബം ഐക്യത്തോടു കൂടി ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ തൃപ്തികരമായിട്ടാണ് ഈ സമയം നിങ്ങൾക്ക് കാണപ്പെടുന്നത്. നല്ല രീതിയിലുള്ള സമ്പത്ത് വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ് സംരംഭങ്ങളിൽ വളരെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. എല്ലാ തകർച്ചയിൽ നിന്നും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടയോ അല്ലെങ്കിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിലവിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ സംരക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഉയർച്ചയും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കുതിച്ചു വരുവാനും കഴിയുന്ന സമയമാണ്. സാമ്പത്തിക മേഖലകളിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. കുടുംബജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളൊക്കെ ജീവിതത്തിൽ തേടി വരും. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ആർജിക്കുക അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. മക്കളുടെ വിവാഹം നടക്കുന്ന സാഹചര്യങ്ങൾ മുന്നിലുണ്ട്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. സകല തടസ്സങ്ങളും മാറി ജീവിതത്തിൽ മുന്നേറുവാനും കുടുംബ ഐശ്വര്യം വർദ്ധിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും പ്രയാസങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനും ഈശ്വര അനുഗ്രഹങ്ങളും കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ പൂർണ്ണ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് ആ ബിസിനസ് സംരംഭങ്ങളിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധമായ പ്രയാസങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്തോടു കൂടിയും ജീവിതത്തിൽ ഉയർച്ചയും നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത്
ചതയം നക്ഷത്ര ജാതകരാണ്. ചതയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വിജയവും ഉയർച്ചകളും ഉണ്ടാകുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. സൗഭാഗ്യ കാലഘട്ടമാണ്. ജീവിതത്തിലെ ആ തകർച്ചയിൽ നിന്നും ജീവിതത്തിൽ വിജയിക്കുന്നൊരു സമയമാണ്. കുടുംബത്തിൽ ഐക്യത വർദ്ധിച്ച് കുടുംബൈശ്വര്യം വർദ്ധിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നു. എല്ലാവിധമായ സൗഭാഗ്യവും നല്ല സമയവുമാണ് തെളിയുന്നത്. മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുക. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ നല്ല സമയം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് മനസ്സിന് കരുത്തും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സമ്പത്താണെങ്കിൽ സമ്പത്ത് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് ചൈതന്യങ്ങൾ കൊണ്ടും ഒത്തിരി ധനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ദുരിതങ്ങളെ എല്ലാം അതിജീവിക്കുവാനും ഭാഗ്യങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് ജീവിതം കുതിച്ചുയരുന്നൊരു സമയമാണ്. ഈ സമയം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കുടുംബസമേതം കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക. അതുപോലെ തന്നെ പൃഥുപൂജ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബൈശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. സകല സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് അതുമൂലം വന്നു ചേരുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്തോടു കൂടിയും നിങ്ങൾക്ക് ജീവിക്കുവാനുള്ളൊരു സമയമാണ്. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് രേവതി നക്ഷത്രമാണ്. വളരെയധികം സൗഭാഗ്യ കാലഘട്ടമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടലെടുക്കുന്നത്. കൈ നിറയെ പണം വന്നു ചേരുന്ന സമയമാണ്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അകലുന്നതായിരിക്കും. മനസ്സിലെ ഭയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി നിർത്തുക. ആ ഭയമാണ് നിങ്ങളെ പരാജയപ്പെടുത്തുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയുന്നതായിരിക്കും. ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറുന്നതായിരിക്കും. എല്ലാ തകർച്ചയിൽ നിന്നും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുന്നൊരു സമയമാണ്. കുടുംബൈശ്വര്യം ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്കുറപ്പായും നല്ല സമയമാണ്. ഈ സമയം നിങ്ങൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുക. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും നിലനിൽക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് പോകുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും വാഴുവാനുള്ള യോഗങ്ങളുമാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ നല്ല സമയം തെളിഞ്ഞു നിൽക്കുകയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയമാണ്. കുടുംബൈശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ്. ലക്ഷങ്ങളുടെ വരുമാനങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. എല്ലാവിധമായ തകർച്ചയിൽ നിന്നും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കുതിച്ചു ഉയരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സമയമാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്തായിരിക്കും. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കുടുംബത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളുമാണ് നിങ്ങൾക്ക് ഇനിയുള്ളത്. സൗഭാഗ്യ കാലഘട്ടം. ഈ കാലഘട്ടം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നിങ്ങളെ അലട്ടുകയില്ല. ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പായും കുതിച്ചുയരുക തന്നെ ചെയ്യുന്നതായിരിക്കും. വലിയ തോതിലുള്ള സമ്പത്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകരെയും തേടി വരുവാൻ പോകുന്നത്. ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കുന്നതാണ്.